മോശയെ ദൈവം വിളിച്ചത് എങ്ങനെയാണ്? ഹോരേബിൽ അഗ്നിജ്വാലയിൽ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൈവം ആ തീക്കകത്ത് നിന്ന് വിളിച്ചു, മോശേ മോശേ. അന്തിച്ച് മോശ നോക്കി, ഈ തീക്ക് എൻ്റെ പേരെങ്ങനെ അറിയാം? അത് തീയല്ലായിരുന്നു, അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായ സ്വർഗത്തിലെ ദൈവമായിരുന്നു. അവനെ വിളിച്ച് 40 വർഷം പാഴാക്കിയ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം നൽകി തുടർന്നുള്ള 80 വർഷങ്ങൾ മരുഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ആ ദൈവദാസനെ ദൈവം മരുഭൂമിയുടെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ആ ദൈവദാസനെ വേർതിരിക്കുകയായിരുന്നു. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കുക, പുതിയ നിയമത്തിലേക്ക് വന്നാൽ പൗലോസിനെ അഥവാ ശൗൽ എന്നറിയപ്പെട്ട ആ മനുഷ്യനെ വിളിച്ചതെങ്ങനെയാണ്? മധ്യാഹ്ന സൂര്യനെ കവിയുന്ന വെളിച്ചം അവനെ ചുറ്റിമിന്നി, അവൻ വീണു. ആ വെളിച്ചത്തിൽ നിന്ന് അവൻ കേട്ടു ഒരു ശബ്ദം, ശൗലേ ശൗലേ. ആ വിളിയാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന ചോദ്യം. നീ ഉപദ്രവിക്കുന്ന നസറേയനായ യേശുവാണ് ഞാൻ. അതായിരുന്നു ദൈവദാസനായ പൗലോസ് എന്ന് പറയുന്ന വിശ്വോത്തര വേദപണ്ഡിതൻ്റെയും അപ്പോസ്തലൻ്റെയും പ്രേക്ഷിത വൃത്തിയുടെ ജന്മഹേതു എന്നോർക്കണം പ്രിയപ്പെട്ടവരെ. ഇനി നോക്കുക, ജീവിതത്തിൽ അനുദിന ജീവിതത്തിന് വേണ്ടി, ജീവിത സന്ധാരണത്തിന് വേണ്ടി കടലിനോട് മല്ലടിക്കുന്ന മത്സ്യബന്ധനക്കാർ അവർ കയറിയിരിക്കുന്ന പടകിനടുത്ത് ചെന്ന് ആ പടകിൽ കയറിയൊക്കെ അവർ വല നന്നാക്കുമ്പോൾ ആ കരയിലൂടെ നടന്ന് അവരെ വിളിക്കുകയാണ്, എൻ്റെ പിന്നാലെ വരിക. മത്തായി എന്ന് പറഞ്ഞ ടാക്സ് കളക്ടറെ അദ്ദേഹത്തിൻ്റെ ടാക്സ് കളക്ട് ചെയ്യുന്ന ബൂത്തിൽ ചെന്ന് യേശു വിളിച്ചു, എൻ്റെ പിന്നാലെ വരിക. ഞാനിങ്ങനെ പറഞ്ഞാൽ ആ പട്ടിക നീളും. ഓരോരുത്തരെയും വലിയവനായ കർത്താവ് തൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി വിളിക്കുന്നത് പ്രത്യേകമായ, നിയോഗിക്കുന്നത് പ്രത്യേകമായ വിധത്തിലാണ്, പ്രത്യേകമായ ഉപാധികളിലാണ്, പ്രത്യേകമായ വിധത്തിലാണ് ആ കാര്യങ്ങൾ ചെയ്യുക. എളിയവനായ പാവപ്പെട്ടവനായ എന്നെ ഒരു വലിയ വട്ടപൂജ്യം എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന എന്നെ അനിതര സാധാരണമായ വിധത്തിലാണ് സ്വർഗത്തിലെ ദൈവം ഈ ദൗത്യത്തിനു വേണ്ടി വിളിച്ചത്.